സുഖമായിട്ടൻ ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ ചേച്ചി? പിന്നെ വരാം. ഒന്ന് ഞങ്ങൾ തല്ലാൻ മതി. ഇപ്പളോ? ഹായ്, ഇത് നമ്മുടെ കാറാണ് സുഖേട്ടാ? അയ്യോ എനിക്ക് സന്തോഷായി. മോളെ നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളി കിടക്കട്ടെ. നാലാള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. അസലായിരിക്കുന്നു. ഇനിയിപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുർത്തി പിടിച്ച് നടക്കാമല്ലോ. അതൊന്നും തരണ്ട. വണ്ടി അകത്ത് വേണ്ട വേണ്ട, മേസരി ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി, ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി ഇതിനോടൊക്കൂല. ഞങ്ങള് പുതിയ കാറ് വാങ്ങി. പുതിയതല്ല, അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ? ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷ്ണാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകളാ. അയാളെ കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് കരാട്ടെ? അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിട്, എന്നിട്ട് കാലത്ത് വാ. എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല പറ്റൂല പറ്റൂല. അപ്പോ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, വീട്ടിലെത്തിയ ഉടനെ കുളിക്കരുത്. ബോഡി തണുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കുളിക്കാവൂ. എല്ലാവരും ഇഷ്ടേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? എവിടെയാ നിങ്ങള്? ലോഡ് ഇറക്കിയോ? മൈസൂർ സിമന്റ് കമ്പനിയിലെ സമരമായിരുന്നു, തീർന്നു. നാളെ രാവിലെ ആദ്യത്തെ ലോഡ് ഇവിടെ എത്തണം. പിന്നെ 12 mm കമ്പി 1 ടൺ അടിയന്തരമായിട്ട് വേണ്ടി വരും. മറ്റന്നാൾ മതി. പോരാ, നാളെ ഉച്ചക്കുമ്പ് വേണം. പരമാവധി ശ്രമിക്കാം. പിന്നെ എന്താ പേയ്മെന്റ് വല്ലതും പെൻഡിങ് ഉണ്ടോ? ഇല്ല. കുഞ്ഞനെന്താ മേശിരി വല്ലതും പറഞ്ഞു? ഇല്ല, എന്തോ പറഞ്ഞു, പക്ഷെ പിന്നെ പറയാന്ന് പറഞ്ഞു. എന്ത്? അത് കുഞ്ഞനെന്താ പറയും, ഞാൻ അങ്ങോട്ട് മാറിയിട്ടാ. എന്താണ് സാറേ? ചാടിക്കടിക്കാനൊന്നും വരരുത്. നമ്മൾ ചോര നീരാക്കുന്നു, മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തന്നെ പോയാ മതിയോ? മനസ്സിലായില്ല. സാറ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാ നമുക്കൊക്കെ ചില്ലറ ഗുണങ്ങൾ കിട്ടും. വല്ലപ്പോഴും ഒരു ലോഡ് കമ്പിയോ സിമെന്റോ മുക്കിയെന്ന് വെച്ചിട്ട് കമ്പിയൊന്നും പൊളിഞ്ഞു പോയില്ല സാറേ. ബില്ല് കൃത്യമായിട്ട് പിള്ള സാർ തരുകയും ചെയ്യും. നമ്മളൊന്നും അറിയണ്ട. കമ്പനിയുടെ ശമ്പളം വാങ്ങി കമ്പനിയെ ചതിക്കണമെന്നല്ലേ ആ കള്ളപ്പിള്ള? ഇനി ഇവിടെ മെറ്റീരിയൽസ് ഇറക്കില്ല. അയ്യോ സാർ, കള്ളന്മാർ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാർ. അല്ല, വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വേണ്ട, വെളുക്കാൻ തെച്ചോ പാണ്ടാക്കണ്ട. സാറിന് ഇഷ്ടല്ലേ വേണ്ട, പക്ഷെ ആ പിള്ള വെള്ളത്തിലാവേ. എന്താ കുഞ്ഞെന്താ കുറച്ചുകൂടെ നേരത്തെ വന്നുകൂടായിരുന്നു? ബസ് പിടിച്ച് ഇവിടെ എത്തണ്ടേ സാർ? എന്നാ പോവല്ലേ സാർ? നിർത്ത് നിർത്ത്. മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ? സമയമില്ലെന്നേ. ഓ, മേസ്ത്രി ഇറങ്ങി.
പോട്ടെ മേസ്ത്രി. മോളുടെ സ്കൂളിലേക്ക് വലത്തോട്ടല്ലേ പോണ്ടത്? നമുക്ക് ഇടത്തോട്ട് പോയിട്ട് ചുറ്റി സ്കൂളിലെത്താം. എന്തിനാ അങ്ങനെ ചുറ്റുന്നത്? കാര്യമുണ്ട് സുഖേട്ടാ, നമ്മുടെ വണ്ടി ഞാൻ ആദ്യമായിട്ട് കയറുമല്ലേ. പോട്ടെ മേസ്ത്രി. എവിടെ കാണുന്നു? പോട്ടെ മേസ്ത്രി. ഇടത്തോട്ടോ വലത്തോട്ടോ? ഇടത്തോട്ട് തന്നെ. ആ പോട്ടെ. മേസ്ത്രി ആ കടയുടെ മുമ്പിൽ ഒന്ന് നിർത്തേ. എന്തിന്? ആ നിർത്ത് നിർത്ത് നിർത്ത്. നിർത്താന്ന്? നിർത്ത് ഇവിടെ തന്നെ. എന്ത്? ഒരു മിനിറ്റ് സുഖേട്ടാ, എന്ത്? ഒന്ന് ഇറങ്ങി. എന്തിനാണെന്ന്? ഒന്ന് ഇറങ്ങി സുഖേട്ടാ. ഇറങ്ങു മോളെ. മോഹനം നോക്കുന്നുണ്ട്. നോക്കട്ടെ, വാ. മൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് തയ്ക്കാൻ. ആ. ബാഗ് ദാ. ഇറക്കം ഇത്രയും മതിയോ? ആ മതി. കാഞ്ചന സമയമില്ലട്ടാ. കുറച്ച് കാത്തു നിന്നൂടെ? ബസ്സല്ലല്ലോ ഇത്, നമ്മുടെ കാറല്ലേ. നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം. സാറിന് അഞ്ചനല്ലേ? ആ. മമ്മി ദാ ചെറിയച്ചൻ. മിണ്ടായിരിക്കും അവിടെ. തുണി എവിടെ? ഏ? തുണി ആ തുണി ഇപ്പൊ കൊണ്ടുവരാം. ഇനി വേണ്ടി വിട്ടോ, നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറും ഒക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ. എന്ത്? ചാട്ടാവുന്നില്ല. ചാട്ടാവുന്നില്ല. ഈശ്വരാ, ശരിക്കും നോക്ക് മേസ്ത്രി, സ്റ്റാർട്ട് ആവാൻ ഞാൻ നാണക്കേടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല, ഇറങ്ങി തള്ളണ്ടേ തന്നെ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? ഈശ്വരാ, ഇന്ന് ആരെയാണോ കണിയേണ്ടത്? ചേച്ചും കൂടി ഇറങ്ങി തള്ളണ്ടി വരുന്നാ തോന്നണേ. പറ്റില്ല, അങ്ങനെ നാണക്കട എനിക്ക് വയ്യ. നല്ലപോലെ ആഞ്ഞി തള്ളു സാറേ. സുലോചന തങ്കപ്പൻ എന്ന പേരിലെ തങ്കപ്പൻ. കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു സുലോചന പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ പർച്ചേസിങ്ങിന് പോയിക്കേ. ഹലോ എഞ്ചിനീയർ സാർ, പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. ഇത് ജിജി ചേച്ചിയുടെ ഭർത്താവ്. അതെ, ഞാൻ സുലോചന തങ്കപ്പന്റെ ഭർത്താവ്, സാധാ തങ്കപ്പൻ. ഭാര്യയുടെ മേൽവാസിൽ അറിയപ്പെടാനാ ഞങ്ങളുടെയൊക്കെ ഒരു വിധി. തങ്കപ്പൻ സാറിന്റെ വിധി കറക്റ്റാ. പക്ഷേ ഈ ജോർജ് ഡാനിയലിന് സ്വന്തമായിട്ടൊരു മേൽവാസമുണ്ട്. എന്തേ? ഒറ്റയടിക്ക് 14 ഇഷ്ടിയെ ഒരുമിച്ച് തവിടുപൊടിയാക്കുന്ന ഏത് കരാട്ടേക്കാരനുണ്ടോ കേരളത്തിൽ? കേരളത്തിൽ നല്ല ഈ ഭൂമിയിൽ ആരുമില്ല. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. കുട്ടി ഒരു 14 ഇഷ്ടി എടുത്തോണ്ട് കൊടുക്കും, ഇയാളൊന്ന് അടിച്ച് പൊട്ടിക്കട്ടെ. കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ. കൊണ്ടെന്നാ ഇയാൾ പുഴുകും. മിസ്റ്റർ തങ്കപ്പൻ, മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഐ ഡോണ്ട് മൈൻഡ് യുവർ വേർഡ്സ്, നോട്ട് ഓക്കെ. വൈ? വേണ്ട 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 വേണ്ട, വഴക്ക് വേണ്ട. ആ അത് ശരിയാ, പുതിയ ഒരാളുടെ മുമ്പിൽ വെച്ച്. കുടിക്കാൻ Sorry, എന്തെങ്കിലും എടുത്ത് സോറി സോറി. അങ്ങോട്ട് ഇരിക്കാം. ഓക്കേ. മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് മനുഷ്യപ്പറ്റില്ലാത്തൊരു അലവലാതിയായിരുന്നു. ഞങ്ങൾ അയാളെ ഓടിച്ചു. എങ്ങനെ? വീശുന്ന കൂട്ടത്തിലാണല്ലോ അല്ലേ? എന്ത് ചോദ്യമായി ചോദിക്കണത്? നല്ല ഒന്നാം തരം വീശുകാരനാണെന്ന് ആ കണ്ണ് കണ്ടാ അറിഞ്ഞൂടെ? വീശോ? അതെ, വീശ്. വല്ലപ്പോഴും. പക്ഷെ മിസ്സിസിന് അത് ഇഷ്ടമല്ല. ഓ സാധനം നമുക്ക് സംഘടിപ്പിക്കാം. ഇവിടെ നിന്ന് അടിക്കുന്നതിന് മിസ്സിന് ഇപ്പോ ഇഷ്ടപ്പെടില്ല. എല്ലായിടത്തും ഇതന്നെ കുഴപ്പം. പുതിയ ഒരാൾ വന്നു എന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷിച്ചിരിക്കായിരുന്നു. ദിവസേന ബാറി പോയി അടിച്ച മുതലാവില്ല, അതുകൊണ്ടാ. സത്യമായിട്ടും കാഞ്ചനക്ക് അത് ഇഷ്ടപ്പെടില്ല. ഓ തങ്കപ്പ സാറേ, ബാർ അടയ്ക്കുന്നതിന് മുമ്പ് സ്ഥലം ഓ. ചായ എടുക്കുന്നുണ്ട്. ചായ ആ, അതും ഈ സമയത്തെ. എടോ, ആ കുഞ്ഞനത്തെ മേസ്ത്രി എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു സർ. ഇവന്റെ ഒക്കെ തലേ കളിമണ്ണാണോ? 2 ദിവസം ഞാനൊന്ന് മാറിയപ്പോഴേക്ക് ഇതാണ് സ്ഥിതിയെങ്കിലേ ഇവനൊക്കെ മേസ്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്നതെന്തിന്? കുഞ്ഞെന്താ നിക്കടോ ഇവിടെ, നിക്കടോ. സാറായിരുന്നോ? കല്യാണമൊക്കെ വകയായിട്ട് നടന്നല്ലോ. എടോ, താൻ മനുഷ്യനോ കഴുതിയോ? കഴുതാ 1 മീറ്ററെ ട്രഞ്ച് വേണ്ടൂന്ന് ഞാൻ പറഞ്ഞത് തന്റെ മരത്തലക്കകത്ത് കേറിയില്ലേ?
ഈ 2 മീറ്റർ നിറക്കാൻ മെറ്റലും സിമെന്റും ആര് തരും? സാധാരണ മെറ്റലും സിമെന്റും ദാമോദരം പിള്ളേർ ഇറക്കുന്നത് അയാൾ തരും. ആ അധിക ചെലവ് താൻ വഹിക്കുമെന്നാ ചോദിച്ചത്. അത് എന്റെ അടുത്ത് അവിടെ കാശാണ്. കാശില്ലേ പിന്നെ തന്നെ പണ്ടാരടക്കാൻ ഇങ്ങനെ ഒരു ചങ്ക് എടുത്തു തരും. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. സീലിംഗ് കോൺക്രീറ്റിൽ തനിക്ക് തോന്നിയത് പോലെയാണോ സിമെന്റ് ഉപയോഗിക്കുന്നത്? കുറച്ച് കൂടിപ്പോയി. ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അത്രയൊക്കെ വേണ്ട സാർ. എടോ, ISI സ്പെസിഫിക്കേഷന്റെ അപ്പുറത്തുള്ള പണിയൊന്നും ഇവിടെ വേണ്ട. ഞാനിവിടെ സൂപ്പർവൈസറായി പണിയെടുക്കുന്നത് തന്റെ തോന്നിയാസം കണ്ട് ചുമ്മാ നിൽക്കാനല്ല. 1 to 4 പ്രപ്പോർഷൻ മതി. മനസ്സിലായോ? ആയി. മാറില്ലല്ലോ? ഇല്ല. പിന്നെ ആ ദാമോദരം ഉള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? താൻ പറയടോ. അല്ലേ വേണ്ട, പിന്നെ പറയാം. പറയാൻ ഗുണമുള്ള കാര്യാല്. വേണ്ട, പിന്നെ പറയാം. പണമില്ലാത്തവൻ പിണന്ന് ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കണ്. അവന് കാശ് കൊടുത്തില്ല, ഇനിയും നാറും. സാറേ, 1000 കുടം പാലൊഴിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരു കുടം വെള്ളയെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതൊരു തെറ്റേ അല്ല. നമുക്ക് പോയിട്ട് ആ ദാമോദരം വെള്ളം ഒന്ന് കാണാം. സംഗതി ഞാൻ ശരിയായിക്കൊള്ളാം. ഇന്ന് വരെ സത്യസന്ധമായി. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ബൂർഷകളാണെന്ന്. അയാൾ കാറിന്റെ അഡ്വാൻസ് തിരിച്ചു വെച്ചില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത അയാൾക്ക് ഇങ്ങോട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആസ്പത്രി കയറുന്നപ്പോ ഒന്ന് കയറി വെക്കണ്ടേ? ആകെ പ്രശ്നങ്ങളിൽ പെട്ട് ഞെരുങ്ങുക. അങ്ങനെ ഞെരുങ്ങി ചാവുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് പോയിട്ട് ആ പിള്ള സാറിനെ ഒന്ന് കാണാം. ദൈവം തമ്പുരാൻ പോലും അറിയാതെ സംഭവം നടത്താം. സാറിനൊരു കഷ്ടകാലം വന്നപ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? ഈ ഇടപാട് കുറെ കൂടി നേരത്തെ ആകാമായിരുന്നേ ഉള്ളൂ. അതിനെങ്ങനെ? അപ്പോഴൊക്കെ സാറ് വെറും സത്യസന്ധനല്ലേ? ഇപ്പൊ കടം കൊണ്ട് പൊറുതി മുട്ടി സത്യസന്ധത കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. മാസത്തിൽ 1-2 ലോഡ് അത്രേ വേണ്ടു. ബില്ലിൽ ഒപ്പിടുന്നതും മെറ്റീരിയൽസിന്റെ കണക്കുമൊക്കെ സാറായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്തു പേടിക്കാൻ? ഏതായാലും ഇന്നൊരു സുദിന. പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. ആ, എന്താ സാറേ, നമുക്കൊന്ന് കൂടാ. രാത്രി കാശിനോ ബാറിലെ സാറിനെ കൂട്ടിക്കൊണ്ടുവരണം. ബാറിൽ വേണ്ടെന്ന്. അവിടെ ഒരു പ്രൈവറ്റ് ചിറ്റൂല. എന്തിനാ? നമുക്ക് നമ്മള് വർസൈറ്റിലാവാലോ. നമ്മളെ ടെന്റിന്ന് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് കലക്കി കളയാം. മാത്രല്ല, നമ്മൾ ലോഡ് ചെക്ക് ചെയ്യുന്ന വാസുവിനും കണ്ണാറ്റിനൊക്കെ കൂട്ടും ചെയ്യേ. അവരൊക്കെ കയ്യിലെടുക്കുന്നത് നല്ലതാണേ. അതൊക്കെ വേണോ? വേണം, ഇന്ന് തന്നെ വേണം. വലത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല സാർ. ഷട്ടപ്പ്. 2 കൂടെ എന്നെ തുലയ്ക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇല്ല സാർ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വർക്ക് സ്പോട്ടിൽ ആളില്ലെങ്കിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു തന്നിട്ട് സ്ഥലം കാലിയായിരിക്കും. സാർ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. രൂപ തന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. മഹാഭൂർഷാസിയാണ്. തൊഴിലാളികളോട് യാതൊരു കരുണയില്ലാത്ത ഇയാളോടൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. സ്റ്റാറിങ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. റൈറ്റ്. എന്റെ അമ്മേ, സാറെ അനാവശ്യമായിട്ട് സ്റ്റാറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴിയുണ്ട്. പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും. കാണട്ടെ. ഇതെന്തൊക്കെ പറിച്ചിട്ടാണല്ലോ പരിപാടിയാ. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പണ്ണാൻ കട്ട. ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചൂരെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാറടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി. അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെന്ന് നിങ്ങൾ. അല്ല, സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ, ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത്. ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? പതുക്കെ.
നിങ്ങളുടെ വിടാതാ സന്തോഷം. പിടിച്ചു. ഒന്ന് പിടിച്ച്. അതൊക്കെ. സാറേ എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല, മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഏ? ഊണേ. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ ഓ, കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാർ അടിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ കുഴപ്പമില്ലെന്ന് അറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്കുക സുലോചന. അതിപ്പോ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ. അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു. മതിലിന് 4000 വേറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ശ്രമിച്ചാണെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10-10000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. എന്റെ ഈശ്വര, ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പൊളിയാണെന്ന്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ദേ, ഞാൻ 2 ആളോടും കൂടിയിട്ട് പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അതൊരു ശല്യമായി തീരും. സാറേ, തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യാണ്, വരൂ. അവിടെ നിക്ക്, ഞാൻ പിന്നെ പറയാം. അവിടെ നിക്ക്, നടന്നോ, നടന്നോളൂ. ആ, എന്താ ഉണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. അതെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല. കാറ് നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ. പോട്ടെ എന്നാ. വാ ചേട്ടാ. വരട്ടെ. ഓ